പെറ്റമ്മയ മാതാ അമൃതാനന്ദമയിയുടെ ജീവചരിതം ഭാഗം 2. അടുത്തറിയുവാൻ ഭാഗ്യം ലഭിച്ചവരുടെ വീക്ഷണത്തിൽ മാതാ അമൃതാനന്ദമയി ദേവി പരാശക്തിയുടെ ദിവ്യാവതാരമാണ്. അമ്മ അവർക്ക് ആരാധനാപാത്രമാണ്. സ്വദേശികളും വിദേശികളുമായ ആയിരം മക്കൾ അമ്മയെ വള്ളിക്കാവിലമ്മ, അമ്മച്ചി, വല്യമ്മ, മാതാജി എന്നിത്യാദി പ്രിയങ്കരമായ പേരുകൾ ചൊല്ലി വിളിക്കുന്നു. പ്രഭാകര സിദ്ധയോഗിയുടെയും നൈനാൻ സ്വാമിയുടെയും കോടയിൽപ്പെട്ട അവധൂതന്മാർ അമ്മയെ കാളി എന്ന് വിളിക്കുന്നു. ചില വയോവൃദ്ധർ പഴയപടി കുഞ്ഞേ, മോളെ, സുധാമണി എന്നിങ്ങനെ വാത്സല്യത്തോടെ വിളിക്കുന്നത് കേൾക്കാം. 80-ൽ പരം വർഷങ്ങൾ പിന്നിട്ട ശ്രീമാൻ ഓട്ടൂരിനെ 30-കാരിയായ അമ്മ ഓട്ടൂർ മോനെ എന്ന് വിളിക്കുമ്പോൾ ആ പുണ്യപുരുഷൻ അമ്മേ എന്ന് ഭക്തിപരവശനായി വിളിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ പ്രണമിക്കുന്നു. ആരെയും തൽക്ഷണം ശിശുഭാവത്തിലാക്കി തീർക്കുവാനുള്ള കഴിവ് അമ്മയിൽ പ്രകടമാണ്. മക്കളുടെ പ്രേമം നിറഞ്ഞ ഹൃദയമാണ് അമ്മയുടെ ആവാസസ്ഥാനമായ ശ്രീകോവിൽ. ആശ്രമത്തിൽ വരുന്നവരോട് ചിലപ്പോൾ അമ്മ തന്നെപ്പറ്റി തന്നെ പറയുന്നത് കേൾക്കാം. ഇവിടെ ഒരു പ്രാന്തിക്കാളിയുണ്ട്, വല്ല പിച്ചും പേയും ഒക്കെ പറയും. പിന്നെ ഇവിടെ ഇരുന്നാൽ പല തമാശകളും വികൃതികളും ഒക്കെ കാണാം. ശരിയാണ്, അമ്മയുടെ ജീവിതത്തിൻ്റെ ഗഹനതയും വൈവിധ്യവും മാധുര്യവും ഗാംഭീര്യവും സരളതയുമെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയാവൂ. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ദുർഗയായി അമ്മയെ ഒരിക്കൽ കാണാം. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വിശ്വവശ്യമായ ഭാവത്തിൽ മറ്റൊരിക്കൽ കാണാം. ശ്രീരാമകൃഷ്ണദേവന്റെ മട്ടിൽ പരമഹംസ അവസ്ഥ സ്വീകരിച്ച് ബാലഭാവത്തിലും ജഡഭാവത്തിലും ഉന്മാദാവസ്ഥയിലുമെല്ലാം ലീലയാടുന്നത് പിന്നീടൊരിക്കൽ കാണാം. ആമ അവയവങ്ങളെ ഉൾവലിക്കുന്നത് പോലെ എല്ലാറ്റിൽ നിന്നും അകന്ന് അന്തർമുഖത്വം അവലംബിക്കുന്ന അമ്മ ചിലപ്പോൾ അവധൂതയെപ്പോലെ വർത്തിക്കും. സ്ഥിതപ്രജ്ഞത്വത്തിൻ്റെയും ജീവൻ മുക്താവസ്ഥയുടെയും സജീവരൂപം അമ്മയിൽ ദർശിക്കാം. അടുക്കളപ്പണി ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്നേഹം വാരിക്കോരിച്ചൊരിയുന്ന പെറ്റമ്മയായ അമ്മയെ പിന്നൊരിക്കൽ കാണാം. സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കപ്പുറം നിൽക്കുന്ന അമ്മ ഏതൊരു പുരുഷനെയും പെറ്റമ്മയെപ്പോലെ തൊടുന്നതും അനുഗ്രഹിക്കുന്നതും വേറൊരിക്കൽ കാണാം. ഒരു വശത്ത് അമ്മ വിശ്വമാതൃത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമാണെങ്കിൽ മറുവശത്ത് കൂസലില്ലാത്ത ഉജ്ജ്വലമായ പൗരുഷത്തിൻ്റെ ഘനീഭൂത രൂപമാണ്. ആശ്രമത്തിലെ ബ്രഹ്മചാരികൾക്ക് അതിഗഹനങ്ങളായ ആധ്യാത്മിക തത്വങ്ങളും അനുഷ്ഠാനങ്ങളും ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഋഷികോടിയിൽപ്പെട്ട ജഗദ്ഗുരുവായ അമ്മയെ കാണാം. കുളിച്ച് ഭസ്മക്കുറിയിട്ട് കീർത്തന പുസ്തകങ്ങളും മുന്നിൽ വച്ച് ഭക്തിഭാവോന്മത്തയായി ദേവസ്വരത്തിൽ കീർത്തനം പാടി ഉലയുമ്പോൾ അമ്മയെ മീരയായും രാധയായും കാണാം. ചിലപ്പോൾ വെറും മൂഢയെ പോലെയുള്ള മനുഷ്യ സ്ത്രീയുടെ ഭാവം കൈക്കൊണ്ട് എല്ലാവരെയും മായ കൊണ്ട് മോഹിപ്പിച്ച് അമ്മ ശിശുവിനെ പോലെ ചിരിച്ചു രസിക്കുന്നത് കാണാം. അത്തരം സന്ദർഭങ്ങളിൽ തങ്ങളുടെ വിദഗ്ധ ഉപദേശങ്ങളും ലോകപരിജ്ഞാനവും കൊണ്ട് അമ്മയെ ബോധവതിയാക്കാൻ ശ്രമിക്കുന്ന മക്കളുടെ ശുദ്ധഗതി കണ്ടിട്ട് എല്ലാ രസവും ഉള്ളിലൊതുക്കി മറ്റെങ്ങോ അലക്ഷ്യമായി നോക്കിക്കൊണ്ട് മായിയുടെ മട്ടിലിരിക്കുന്ന അമ്മയുടെ രൂപം ആലോചനാമൃതമാണ്. അമ്മയുടെ വ്യക്തിത്വത്തിൽ ഈശ്വരത്വം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, പരമഹംസ അവസ്ഥ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, ഗുരുഭാവം എവിടെ ആരംഭിച്ച് എവിടെ ഒതുങ്ങുന്നു, ജീവൻ മുക്തിയുടെയും ഭക്തിയുടെയും സാധാരണ മനുഷ്യസ്ത്രീയുടെയും ഭാവങ്ങൾ എവിടെയെല്ലാം മിന്നിമറിയുന്നു എന്ന് കണ്ടുപിടിക്കുക ദുഷ്കരമാണ്. അമ്മ എല്ലാ സമയത്തും എല്ലാമാണ്. അമ്മയുടെ എല്ലാ ഭാവങ്ങളും അത്രമാത്രം ഇടകലർന്ന് ഒന്നായി പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മുറ്റത്ത് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. വേദാന്തത്തിൻ്റെ അതിഗഹനങ്ങളായ തത്വങ്ങൾ അമ്മയുടെ മുഖത്തു നിന്നും അനുസ്യൂതം നിർഗളിക്കുന്നത്. അളക്കാൻ ബുദ്ധിമുട്ടുള്ള ആ ദിവ്യ വ്യക്തിത്വത്തിൻ്റെ മഹാപ്രവാഹത്തിൽ മുഴുകി ശാന്തിയും സമാധാനവും ആനന്ദവും ആശ്രയവും സുരക്ഷിതത്വവും ജീവിത സാഫല്യവും നേടുക മാത്രമേ മക്കൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. 1000 വർഷങ്ങൾ കഠിന തപസ് ചെയ്താൽ പോലും കിട്ടാത്ത മഹാഭാഗ്യം ഇതാ അമ്മയുടെ മാതൃവാത്സല്യ പ്രകർഷം ഒന്നുകൊണ്ട് മാത്രം ഏവർക്കും സുലഭമായിരിക്കുന്നു. ആശ്രയിക്കുന്നവർക്ക് അമ്മ താങ്ങും തണലുമാണ്. അവരുടെ ഭയവും താപവും എന്നേക്കും അവസാനിക്കുന്നു. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭൂമിയിൽ ആധ്യാത്മിക ശക്തിയുടെ ആവിർഭാവം യാദൃശ്ചികമല്ല. അതിനു പിന്നിൽ ഈശ്വരൻ്റെ ആസൂത്രണമുണ്ട്. ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഉചിതമായ ദേശകാലങ്ങളിൽ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഗീത പറയുന്നു. ധർമ്മസ്ഥാപനത്തിൽ ഈശ്വരനിത്ത് താല്പര്യം എന്താണ്? കാരണമുണ്ട്. ധാരയതീതി ധർമ്മ എന്നാണ്. ധാരണം ചെയ്യുന്നത് ഏതൊന്നോ അതാണ് ധർമ്മം. ഈ പ്രപഞ്ചത്തെ ധാരണം ചെയ്യുന്നത്, നിലനിർത്തുന്നത് ധർമ്മമാണ്.
അതിനാൽ ധർമ്മം ഈശ്വര സ്വരൂപം തന്നെയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മം രൂപം കൊണ്ടതാണ് രാമൻ എന്ന് വാത്മീകി പറയുന്നു. ദേവന്മാരുടെ മൂലം വിഷ്ണുവാണ്. വിഷ്ണു വാഴുന്നത് സനാതനധർമ്മത്തിലാണ് എന്ന് ഭാഗവതം പറയുന്നു. ഈശ്വരനും ധർമ്മവും അഭിന്നമെന്ന് സാരം. ഈശ്വര സ്വരൂപമായ ധർമ്മത്തിന് കോട്ടം തട്ടിയാൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ദോഷമാണ്. തൻ്റെ സൃഷ്ടിയുടെ മംഗളം ആഗ്രഹിക്കുന്ന മഹാപ്രഭു അനിയന്ത്രിതമായ ധർമ്മക്ഷയം അനുവദിക്കുകയില്ല. ജനങ്ങൾ ധർമ്മത്തിൽ നിന്ന് കാര്യമായി വ്യതിചലിക്കുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം ഈശ്വരൻ പല രൂപത്തിൽ ആവിർഭവിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഭാരതഭൂമിയുടെ ചരിത്രം ഇത്തരം അവതാര പുരുഷന്മാരുടെ സ്വാധീനത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതിന് പോഷകമായി ഇടയ്ക്കിടെ വിഘ്നശക്തികൾ ഉയർന്നു വരും. അതും ആവശ്യമാകാം. എങ്കിലല്ലേ ഈശ്വരന് നരലീലയാടുവാൻ സാഹചര്യം സംജാതമാകുന്നു. ജന്മാന്തരങ്ങളിലെ സുഹൃതം കൊണ്ട് മാത്രമേ ഒരു ജീവാത്മാവ് പരധർമ്മത്തിൽ ഉറയ്ക്കുകയുള്ളൂ. പരധർമ്മത്തിൽ എത്തണമെങ്കിൽ അതിനു മുമ്പായി ലോകധർമ്മം ശരിയായി അനുഷ്ഠിച്ചിരിക്കണം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളെ ആശ്രയിച്ചുള്ള ലോകധർമ്മം ശരിയായി അനുഷ്ഠിക്കുന്ന ഒരാൾ പരധർമ്മത്തിൽ നിഷ്ഠയുള്ളവനായിത്തീരുന്നു. ശ്മശാന വൈരാഗ്യം അതിന് പകരം നിൽക്കുകയില്ല. അതിനാൽ അവതാരങ്ങൾ ഒരേ കാലത്ത് ലോകധർമ്മവും പരധർമ്മവും പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് കാണാം. രാഷ്ട്രീയം, സാമുദായികം, സാംസ്കാരികം, സാഹിത്യപരം എന്നിങ്ങനെയുള്ള നാനാരംഗങ്ങളെ സംശുദ്ധമാക്കാനും പരിഷ്കരിക്കാനും ഈശ്വരക്കോടികൾ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ ശങ്കരനും ശ്രീനാരായണ ഗുരുസ്വാമികളും ഇവിടെ സ്മരണീയരാണ്. ലോകധർമ്മം പരധർമ്മത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണെന്ന് മനസ്സിലാക്കിയാണ് ആ മഹത്തുക്കൾ പ്രവർത്തിച്ചത്. ഈ യുഗത്തിൽ ഭൂമിയിൽ ലോകധർമ്മവും പരധർമ്മവും കൂടിച്ചേർന്ന സനാതനധർമ്മത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഭാരതമാണ്. ഭാരതം എന്നും ആധ്യാത്മികതയുടെ നാടാണ്. ഇത് കർമ്മഭൂമിയും ത്യാഗഭൂമിയുമാണ്. അന്യരാജ്യങ്ങൾ ഭോഗഭൂമികളാണ്. ഭൗതിക സുഖത്തിലാണ് അവിടെയുള്ളവർ കൂടുതൽ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത്. ഭാരതത്തിൽ സനാതനധർമ്മത്തിന് കൊട്ടം തട്ടിയാൽ ലോകത്തിൻ്റെ മുഴുവൻ ആധ്യാത്മികതയുടെയും ആശ്രയകേന്ദ്രം തകരും. ഒരിക്കലും ഈശ്വരൻ അനുവദിച്ചിട്ടില്ല, അനുവദിക്കുമെന്ന് തോന്നുന്നുമില്ല. ഇതുവരെയുള്ള ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. മുഗളർ തുടങ്ങിയവരുടെ തുടർച്ചയായ ആക്രമണം ഭാരതത്തിൽ സനാതനധർമ്മത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിന് മങ്ങലേൽപ്പിച്ചതായി ചരിത്രം പറയുന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഭാരതം എല്ലാ രീതിയിലും അന്ധകാരയുഗത്തിലായി എന്ന് പറയാം. മുൻകാലത്തിലെ വിദേശീയരുടെ ശല്യത്തിന് പുറമെ ബ്രിട്ടീഷുകാർ അടക്കമുള്ള പാശ്ചാത്യരുടെ തള്ളിക്കയറ്റം ഭാരതത്തെ ബാധിച്ചു. അവരുടെ ഭരണപരമായ ആധിപത്യവും ഭൗതികവാദവും നിരീശ്വരവാദവും ഭാരതത്തിലെ സാധാരണക്കാരുടെ ധാർമ്മിക നിലവാരത്തെ തകർത്തു. ഈ അപകടസന്ധി അനിശ്ചിതമായി തുടരുവാൻ ഈശ്വരൻ സമ്മതിച്ചില്ല. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മഹാപുരുഷന്മാർ ആവിർഭവിച്ചു. ശ്രീരാമകൃഷ്ണ, വിവേകാനന്ദന്മാർ, അരവിന്ദ ഘോഷ്, ദയാനന്ദ സരസ്വതി, രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പ്രഥമഗണനീയരാണ്. നാശോന്മുഖമെന്ന് തോന്നിച്ച സനാതനധർമ്മം പൂർവാധികം ശക്തി പ്രാപിച്ച് പ്രകാശം ചൊരിയാൻ ആരംഭിച്ചു. ആ മഹത്തുക്കൾ ഭൗതികതയിൽ ഇരുളടഞ്ഞ പടിഞ്ഞാറിനെ പോലെ പ്രകാശപൂരിതമാക്കി. ഇതിനോട് ചേർന്ന് തന്നെ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുകയും ഭാരതം വിദേശാധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാവുകയും ചെയ്തു. ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പം പുഷ്പിക്കുമെന്ന് തോന്നലുണ്ടായി. ഈ ഋഷിഭൂമിയിൽ സ്വന്തം മക്കളുടെ ഭരണം വന്നാൽ സനാതനധർമ്മം പൂർവാധികം പരിപുഷ്ടമാകുമെന്ന് ധർമ്മനിഷ്ഠരായ ഭാരതീയർ പ്രതീക്ഷിച്ചു. പക്ഷേ ഫലം നിരാശയായിരുന്നു. 1947 സ്വതന്ത്ര ഭാരതം ഋഷീശ്വരന്മാരുടെ പാരമ്പര്യം വിട്ട് മറ്റൊരു വഴിക്കാണ് നീങ്ങിയത്. പല വ്യാഖ്യാനങ്ങളോടും കൂടി മതേതരം വന്നു. ആധുനിക ശാസ്ത്രത്തെ കേന്ദ്രമാക്കി ഇവിടെ നാഗരികത വളർന്നു. അതോടെ നിരീശ്വരവാദവും ഭൗതികവാദവും സുഖലോലുപതയും കൂടി. തുടർന്ന് ആരെയും ഞെട്ടിക്കും വിധം അധാർമികത വളർന്നു. എങ്ങനെയും പേരും പെരുമയും പണവും അധികാരവും നേടുവാനുള്ള നെട്ടോട്ടമായി. മനുഷ്യന് ചെയ്യാൻ വയ്യാത്ത നികൃഷ്ട കർമ്മങ്ങളൊന്നുമില്ലെന്നായി. തന്നെയല്ല, ഏറ്റവും നികൃഷ്ടന്മാർ സമൂഹത്തിൽ ഏറ്റവും മാന്യന്മാരായി. എല്ലാ തത്വസംഹിതകളും സ്വാർത്ഥതയിൽ ഒതുങ്ങി. പരതാൽപര്യം കണി കാണാനില്ലാതെയായി. ജോലി ചെയ്യാൻ വയ്യ, കൂലി മതി എന്നായി. മുഷ്ക മിടുക്കായി. കലാലയങ്ങൾ കലാപാലയങ്ങളായി. ശാന്തിയുടെ സ്വരം നേർത്തു. അഴിമതി സാർവത്രികമായി. ദേവാലയ ഭരണം നിരീശ്വരവാദികളുടെ കയ്യിലായി. വിഗ്രഹം വിഴുങ്ങികൾ തന്നെ വിഗ്രഹം സൂക്ഷിപ്പുകാരായി. അമ്പലങ്ങളിൽ ലൗകിക നാടകങ്ങളും നൃത്തങ്ങളും കഥാപ്രസംഗങ്ങളും പാട്ടുകളുമായി. ക്ഷേത്ര ജീവനക്കാർ അമ്പലമടച്ചിട്ട് കൂലി സമരമായി. ജപധ്യാനാദികളോടുകൂടിയ തപസ്സിന് പകരം ലൗകികത നിറഞ്ഞ പ്രകടനങ്ങളിൽ ആധ്യാത്മികത ഞെരിഞ്ഞുടഞ്ഞു. മഹാത്മാക്കൾ മാതൃക കാട്ടിയ ലളിത ജീവിതവും തപസ്സും നാമസങ്കീർത്തനവും ത്യാഗവും ലുപ്തപ്രായമായി. മുൻകാലങ്ങളിൽ ആളുകൾ അധർമ്മത്തെ അധർമ്മമെന്ന് കരുതിയിരുന്നു.
എന്നാൽ ഇക്കാലത്ത് അധർമ്മം തന്നെ ധർമ്മം എന്ന് ഘോഷിക്കുന്നവരുടെ എണ്ണം പെരുത്തു. മദ്യപാനം, കള്ളനോട്ടടി, കള്ളക്കടത്ത്, അഴിമതി തുടങ്ങിയവയെല്ലാം ഇന്ന് സമൂഹത്തിൽ അന്തസ്സ് നൽകുമെന്നായിരിക്കുന്നു. ഈ മാരകമായ രോഗം വരാൻ പോകുന്നുവെന്ന് മഹാഭിഷഗ്വരനായ ഈശ്വരൻ അറിഞ്ഞു. ചികിത്സയ്ക്കായി ധർമ്മപ്രവർത്തനം ഊർജിതപ്പെടുത്തുകയും ചെയ്തു. അതിനുള്ള ഒരു പ്രധാന കേന്ദ്രം ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കേരളമായിരുന്നു. ക്രിസ്തുവർഷം 1975 കേരളത്തിൽ അതിശക്തമായ ഒരു ആധ്യാത്മിക കേന്ദ്രം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആഗമനം കൊണ്ട് പരിപൂരിതമാകാൻ ഭാഗ്യം ലഭിച്ച പറയക്കടവ്, അതായത് വള്ളിക്കാവ്, ഇന്ന് ഭക്തകോടികളെ ആകർഷിക്കുന്ന മറ്റൊരു കന്യാകുമാരിയായി കഴിഞ്ഞിരിക്കുന്നു. 1953 ജനിച്ച ഒരു പെൺകുഞ്ഞ് കേവലം 28 വർഷം കൊണ്ട് ഒരു വലിയ ആധ്യാത്മിക ജ്യോതിസായി തീർന്നു. അമ്മ ജനലക്ഷങ്ങൾക്ക് കൽപ്പത്തിരുവായി നിന്ന് ആധ്യാത്മിക നേതൃത്വം നൽകി തുടങ്ങി. മാതാ അമൃതാനന്ദമയി ദേവി കേരളത്തിലെ കടൽത്തീര ഗ്രാമമായ പറയക്കടവിൽ ആവിർഭവിക്കുവാൻ വല്ല കാരണവുമുണ്ടോ? ഇല്ലാതെ വരില്ല. പക്ഷേ ഈശ്വരൻ്റെ മനസ്സ് സാധാരണക്കാർ എങ്ങനെ ഊഹിച്ചെടുക്കും? ഇതുമായി ബന്ധപ്പെട്ട് അമ്മ പറയാറുണ്ട്, ഈ തീരവാസികൾക്ക് തത്വത്തിലെ ആധ്യാത്മികത അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 1000-ൽ പരം വർഷങ്ങളായി ഈ കടൽ തീരത്തെങ്ങും ഒരു ആശ്രമം ഉണ്ടായിട്ടില്ല. ഈ കുറവ് നികത്തുകയാണ് അമ്മയുടെ ഉദ്ദേശമെന്ന് കരുതാം. തീരദേശത്തെ അരയന്മാർ പണ്ട് വലിയ ദൈവവിശ്വാസികളും ധാർമ്മിക ബോധമുള്ളവരുമായിരുന്നു. എങ്കിലും ഇന്ന് നില മാറിയിരിക്കുന്നു. അവർ ഭൂരിപക്ഷവും ദരിദ്രരായ തൊഴിലാളികളാകയാൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുഷ്ടികളിൽ അമർന്നിരിക്കുന്നു. കുറേ പേർ മതമാറ്റത്തിനും വിധേയരായിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയ കലാപങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മതപരിവർത്തനം ആലപ്പാട്ട് പ്രദേശത്തെ ബാധിച്ചിട്ടില്ലെന്ന് പറയണം. ക്ഷേത്രവിശ്വാസം ഇപ്പോഴും ആളുകൾക്കുണ്ട്. പക്ഷേ അത് കൂടുതലും കാര്യസാധ്യത്തിനുള്ള ഭക്തിയാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകേണ്ടതിനാൽ കടലമ്മയെ പേടിയുണ്ട്. തത്വത്തിൽ ഉറച്ച ഭക്തി കുറയും. തൻ്റെ മക്കൾ കൂടുതൽ കെട്ടുപോകരുതെന്ന് ജഗദീശ്വരി വിചാരിച്ചിരിക്കണം. അമ്മയുടെ ജന്മം തീരദേശത്താണെങ്കിലും ലക്ഷ്യം പരിമിതമല്ല എന്ന് ഒറ്റനോട്ടത്തിൽ കാണാം. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഗൃഹസ്ഥ ഭക്തന്മാരും ബ്രഹ്മചാരികളും അമ്മയുടെ അടുക്കൽ എത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭക്തന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ വളരെ വിപുലമായ ഒരു പ്രവർത്തന പരിപാടി തന്നെ അമ്മയ്ക്കുണ്ട് എന്ന് കരുതണം. വേദവ്യാസൻ മുഖവത്തിയായ സത്യവതിയുടെ മകനായിരുന്നു. ദ്വാരക കടലിലാണ്ടപ്പോൾ തെക്കോട്ട് നീങ്ങിയ യാദവവംശക്കാരാണ് പടിഞ്ഞാറൻ തീരത്തെ മുക്കുവരെന്ന് മഹാഭാരതത്തിൽ പരാമർശമുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ യാദവവംശക്കാരാണ് കേരളത്തിലെ അരയന്മാർ. അരജൻ അഥവാ രാജൻ എന്നെല്ലാം ഇതിന് അർത്ഥമുണ്ട്. ദക്ഷിണേശ്വരത്തെ റാണി രാസമണി ധീവര സമുദായക്കാരിയായിരുന്നു. ഇപ്പോൾ അമ്മയും ആ പാരമ്പര്യത്തെ മാനിച്ചിരിക്കുന്നു. കുലമല്ല, ശീലമാണ് മഹത്വത്തിന് നിദാനം. നാമസ്മരണയ്ക്കും ഭക്തിക്കും സന്യാസധർമ്മത്തിനുമാണ് അമ്മ മുൻതൂക്കം കൊടുക്കുന്നത്. കേരളത്തിലും മറ്റിടങ്ങളിലും തീരെ നഷ്ടപ്രായമായിരിക്കുന്നതും ഇവയാണ്. ഉത്തരാപഥത്തിൽ നാമസങ്കീർത്തനത്തിനും സന്യാസത്തിനുമുള്ള പ്രചാരവും മാന്യതയും ഇപ്പോഴും നോക്കൂ. കേരളം എന്നെങ്കിലും ഭക്തിപ്രധാനമായ ദേശമായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. ഇവിടുത്തെ 3 ആധ്യാത്മിക പുരുഷന്മാരായ ശ്രീശങ്കരനും ശ്രീ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും അദ്വൈതികളായിരുന്നു. അവരുടെ ജ്ഞാനമാർഗം ബുദ്ധിപ്രധാനരായ കേരളീയർക്ക് യോജിച്ചു തന്നെ. പക്ഷേ ബുദ്ധിമാന്മാരുടെ നാട്ടിൽ ഭക്തിമാന്മാരുടെ എണ്ണം കുറയുമെന്നുള്ളതിന് കേരളം മാതൃകയാണ്. ബംഗാളികൾ വികാരജീവികളാണെങ്കിൽ കേരളീയർ പരുക്കൻ മനസ്സുകാരാണ്. അതിനാൽ കേരളത്തിൽ ഇതുവരെ ഒരു ഭക്തിപ്രസ്ഥാനവും ഉടലെടുത്തിട്ടില്ല. ചൈതന്യ മഹാപ്രഭു, ഭക്തമീര, ശ്രീരാമകൃഷ്ണദേവൻ, ആൾവാർമാർ തുടങ്ങിയവർ ഭക്തിയുടെ എത്ര വലിയ തരംഗങ്ങൾ ഇളക്കിവിട്ടു. അതിനടുത്ത് എങ്ങും എത്തുന്ന ഭക്തിയുടെ കോളിളക്കം ഇന്നോളം കേരളം കണ്ടിട്ടില്ല. ഇവിടെ പൂന്താനവും വില്ലുമംഗലവും നാരായണ ഭട്ടതിരിപ്പാടുമൊക്കെ വന്നു. പക്ഷേ അവരെല്ലാം വ്യക്തികളായി അവശേഷിച്ചു. ജനങ്ങളിൽ ഭക്തിയുടെ ഉയർന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുവാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. കുറേയൊക്കെ വിജയിച്ചത് ഭക്തകവിയായ എഴുത്തച്ഛൻ മാത്രം. ബുദ്ധിമാന്മാരും ഭൗതികാസക്തരുമാകുന്നതിലാണ് കേരളീയർ യോഗ്യത കണ്ടെത്തിയത്. നാമം ജപിക്കുന്നത് മോശം, ഈശ്വരനു വേണ്ടി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കുന്നത് ദുർബലത. അതിപ്രഭാവമുള്ള ഒരു ആധ്യാത്മിക വ്യക്തിയുടെ അടുത്ത സമ്പർക്കത്തിന് മാത്രമേ കേരളത്തിൻ്റെ ആധ്യാത്മിക ചേതനയെ തട്ടി ഉണർത്തിവിടാൻ പറ്റൂ. ഏതൊരു ബുദ്ധിമാനും പെറ്റമ്മയുടെ പ്രേമത്തിനു മുന്നിൽ ആർദ്രനാകും. അതുകൊണ്ടായിരിക്കണം അനന്തപ്രേമം വർഷിച്ചുകൊണ്ട് മാതൃരൂപത്തിൽ ആത്മീയ ചൈതന്യം അമൃതാനന്ദമയി ദേവിയായി കേരളത്തിൽ ആവിർഭവിച്ചത്. അമ്മയിൽ നിന്ന് അനന്തവും ദിവ്യവുമായ പ്രേമം സദാ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രേമപ്രവാഹം കേരളത്തെ പ്രേമഭക്തിയിൽ മുക്കുമെന്ന് പ്രതീക്ഷിക്കണം. കേരളത്തിലെ ഈശ്വര സന്തതികളെല്ലാം മറന്ന് അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന നാൾ വിദൂരമല്ല എന്ന് ആശിക്കാം.
രജസിലും തമസിലും ഉറങ്ങിക്കിടക്കുന്ന കേരള മക്കൾ സത്വഗുണത്തിൽ ഉണരുന്നതിന് അമ്മയുടെ ദിവ്യജീവിതം സഹായകമായി തീരുമെന്ന് പ്രതീക്ഷിക്കാം. ഭക്തന്മാരുടെ ആഗ്രഹം സാധിക്കുകയാണ് ഭഗവാന്റെ പ്രവർത്തന ലക്ഷ്യം. നൂറ്റാണ്ടുകളായി കേരളീയർ മുഖ്യമായി ദേവിയെയും കൃഷ്ണനെയുമാണ് ആരാധിക്കുന്നത്. അതിനനുസരിച്ചാണ് അമ്മയുടെ വരവ്. ദുർബലമായിരിക്കുന്ന ഭക്തിപ്രസ്ഥാനത്തെ പോഷിപ്പിക്കുവാനായി അമ്മ സാധാരണ രൂപത്തിൽ ഒരു തികഞ്ഞ ഭക്തയാണ്. കൃഷ്ണ ദേവീ ഭക്തന്മാരുടെ അന്തർദാഹത്തെ ശമിപ്പിക്കുവാനായി ഇടയ്ക്കിടെ അമ്മ ദേവീഭാവവും കൃഷ്ണഭാവവും കൈക്കൊള്ളുകയുണ്ടായി. അതേസമയം സ്വഭാവം കൊണ്ട് അമ്മ എപ്പോഴും എല്ലാവരുടെയും അമ്മയാണ്. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, മാതാ അമൃതാനന്ദമയെ കുറിച്ചുള്ള ജീവചരിത്രത്തിൻ്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.